യൂത്ത് കഫേയിലേക്ക് സ്വാഗതം. താങ്ക് യു അച്ഛാ. യൂത്ത് കഫേയിൽ സാധാരണ ഒത്തിരി യുവഹൃദയങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒത്തിരി യുവാക്കൾ ഇവിടെ വരുന്നു, അവരുമായിട്ടുള്ള സംഭാഷണങ്ങൾ, അതാണ് യൂത്ത് കഫേ. ഇന്ന് ഈ യൂത്ത് കഫേയിൽ അൻസോയെ അതിഥിയായി കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അൻസോ ഒരു നേഴ്സാണ്. ആദ്യമേ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് അതിനെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു നേഴ്സിംഗ് എന്നുള്ള ഈ ഒരു പ്രൊഫഷൻ അത് എടുക്കാൻ കാരണമായത്? ആദ്യം തന്നെ ഞാൻ പറയട്ടെ, എനിക്ക് ഈ ഒരു അവസരം നൽകിയതിന് ഞാൻ ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ ഇവിടെ വിളിച്ചവർക്കും. പിന്നെ ഞാൻ നഴ്സിംഗ് പ്രൊഫഷൻ എടുക്കാനുള്ളൊരു കാരണം, എല്ലാവരെ പോലെ തന്നെ +2 കഴിഞ്ഞപ്പം എനിക്കും ഡിഗ്രിക്ക് ചേരണം, ഒരു കോളേജ് ലൈഫ് ആസ്വദിക്കണം, അങ്ങനെ ആ ഒരു എൻ്റർടൈൻ ചെയ്യുന്ന നല്ലൊരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നായിരുന്നു എനിക്കും ആഗ്രഹം. പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് തോന്നി, എന്തുകൊണ്ട് ഒരു കെയറിങ്, ചെറുപോലെ പേരൻസിനും വല്യമ്മച്ചിനെയൊക്കെ ആണെങ്കിലും കെയർ ചെയ്യുന്നതിലൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ദിവസം എനിക്ക് തോന്നി, എന്തുകൊണ്ട് നഴ്സിംഗ് പ്രൊഫഷൻ എനിക്ക് തിരഞ്ഞെടുത്തുകൂടാ? കാരണം ഒരു ദിവസം ഒരാളിലേക്ക് നമുക്കൊരു ഇച്ചിരി കെയറിങ് കൊടുക്കുമ്പം അവരുടെ സന്തോഷം നമുക്കും കിട്ടുകയാണ്. അങ്ങനെ ഞാൻ നഴ്സിംഗ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനായിട്ടുണ്ടായ ഒരു കാരണം അതാണ്. കൂടുതലും നമ്മൾ നേഴ്സിംഗ് അല്ലേ, ഇത് നമ്മളെല്ലാവരും ആശുപത്രിയിലൊന്ന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ പരിചരണവും സ്നേഹവും ഒക്കെ ഒത്തിരി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും എനിക്ക് തോന്നുന്നത് കൂടുതലും ഇതിലേക്ക് വന്നു കഴിഞ്ഞായിരിക്കും അറിവുള്ളതായത് അല്ലേ? തീർച്ചയായിട്ടും. കാരണം നമുക്കെല്ലാവർക്കും ഒരു നേഴ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഞ്ചക്ഷൻ എടുക്കുക, സമയത്ത് മരുന്ന് കൊടുക്കുക, ഇതൊക്കെ ഉള്ളൂ ഒരു നേഴ്സിൻ്റെ ഡ്യൂട്ടി എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. എനിക്കറിയാവുന്നതും അതായിരുന്നു. പിന്നീട് ഒരു നഴ്സിംഗ് കോളേജിൽ ചെന്നു, മാഡംസായിട്ട് സംസാരിച്ചു. അതുപോലെ നഴ്സിംഗ് പ്രൊഫഷൻ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും ഒരു നഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയും ഒരുപാട് സഹനങ്ങളിലൂടെയാണ് അവർ ഈ നഴ്സിംഗ് പ്രൊഫഷന് മുന്നോട്ട്. അവരെ വിളിക്കുന്നത് പോലും ഭൂമിയിലെ മാലാഖമാർ എന്നുള്ള പേരിൽ. ഈ അടുത്ത നാളിൽ നമുക്കറിയാം, കോഴിക്കോട് നിന്നൊക്കെ ആണെങ്കിലും നിപ്പായുടെ സമയത്തൊക്കെ ഒരു സിസ്റ്റർ ലിനിയൊക്കെ അല്ലേ, ഭയങ്കര ഈ ഒരു ഫീൽഡിനെ തന്നെ നമുക്കൊരു വളരെ വിശുദ്ധമാക്കി തന്നു. ഇതിൻ്റെ ഒരു നേച്ചറിനെ ഇതിനെ കൂടുതൽ മനോഹരമാക്കി. പ്രത്യേകിച്ച് ഈ കെയറിങ് എന്നുള്ളതാണല്ലോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹനങ്ങളിലൊക്കെ നമ്മളൊന്ന് കൂടെ ഇരിക്കുക. ചിലപ്പോൾ നമ്മുടെ സ്പർശനമായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഒരു നല്ല വാക്കായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇത്തരം അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരെണ്ണം പറയാനാണെങ്കിൽ, ഞങ്ങൾ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ICUലൊക്കെ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ടൊരു പേഷ്യൻറ്റ് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് ക്രിട്ടിക്കലായിട്ട് കൊണ്ടുവന്നൊരു പേഷ്യൻറ്റ് ഭയങ്കര വയലൻ്റ് ആവുന്നു. അപ്പം ആ ഒരു സാഹചര്യത്തിൽ എനിക്കാണ് ആ പേഷ്യൻറ്റിനെ കെയർ കൊടുക്കാനായിട്ട് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെയധികം പേടിച്ചിരുന്നു. കാരണം ആരുമായിട്ടും ആ പേഷ്യൻ്റ് ഒട്ടും കോപ്പറേറ്റീവ് അല്ല. അപ്പം എന്നോട് പറഞ്ഞു, തൻ്റെ കെയർ പേഷ്യൻ്റ് ഇതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിക്കും കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ച് ഞാൻ അടുത്തേക്ക് ചെന്നു, സംസാരിച്ചു. ഒട്ടും കോപ്പറേറ്റീവ് അല്ലാത്ത പേഷ്യൻറ്റിൻ്റെ അടുത്ത് സംസാരിച്ചു. ഞാൻ ഭക്ഷണം കൊടുത്തു, മരുന്ന് കഴിച്ചു. അപ്പം എന്നോട് ആ സൂയിസൈഡ് ചെയ്യാനുണ്ടായിരുന്ന സാഹചര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തു. കൂടുതൽ എനിക്ക് ആ പേഷ്യൻറ്റിനെ മനസ്സിലാക്കാൻ പറ്റി. ആ പേഷ്യൻറ്റിന് ഒരു എന്താ പറയുക, വളരെ ഒരു സ്നേഹം കിട്ടുന്നത് പോലെ പേഷ്യൻറ്റിന് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ അവിടെ വെച്ച് ആ പേഷ്യൻ്റായിട്ട് ആ ഒരൊറ്റ ദിവസത്തെ കെയറിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടെ നിന്ന് പിരിഞ്ഞു. എനിക്ക് സന്തോഷം തോന്നിയൊരു നിമിഷം, ഞാനൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്നപ്പം ഒരാൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ ഞാനൊരിക്കലും മറക്കുകയില്ല. കാരണം ഞാൻ അത്രയും ക്രിട്ടിക്കലായിട്ട് കിടന്നൊരു സമയത്ത് എൻ്റെ അടുത്തേക്ക് വന്നതും എനിക്ക് ഒരു പറ്റി ചോറ് വാരി തന്നതും എനിക്ക് ആശ്വാസം നൽകിയതും സിസ്റ്ററിൻ്റെ വാക്കുകളായിരുന്നു. അന്നേരമാണ് നമ്മൾ ശരിക്കും, ദൈവമേ, ഞാനൊരു നേഴ്സ് ആയതുകൊണ്ടാണല്ലോ ഇത്ര ഒരു വാക്ക് എനിക്ക് അവരിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒത്തിരി നേഴ്സുമാർ, നമ്മൾ ഈ ഒരു ഫീൽഡ് വർക്ക് ചെയ്യുന്നവരൊക്കെ അവരുടെ കുടുംബം ചിലപ്പം ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ളതൊക്കെ ആയിരിക്കും. ചിലപ്പം ഒത്തിരി സങ്കടം നിറഞ്ഞ, ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഓടി വരുന്നത്, അല്ലെങ്കിൽ കുട്ടികളുമായിട്ടുള്ള അവരുടെ പഠനങ്ങൾ ഒക്കെ ആയിട്ടുള്ള ഒത്തിരി ബാക്ക്ഗ്രൗണ്ട്, അവർക്ക് ഒത്തിരി സങ്കടങ്ങൾ നിറഞ്ഞതൊക്കെ ആയിരിക്കും. പക്ഷേ അവരൊന്നും അത് നമ്മുടെ രോഗികളോട് കാണിക്കാറില്ല. ചിലപ്പോൾ 1-2 ഇടങ്ങളിലൊക്കെ നമുക്ക് വളരെ, പക്ഷെ ഒരു ഭൂരിഭാഗവും വളരെ സ്നേഹത്തോടെയുള്ള ഒരു പെരുമാറ്റമാണ്. അത് എനിക്ക് തോന്നുന്നു നമ്മൾ പഠിക്കുന്ന പ്രൊഫഷനിൽ നമ്മൾ ബേസായിട്ട് നമ്മൾ അതും കൂടെ പഠിച്ചാണ് പോരുന്നത്. കാരണം നമ്മൾക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും എത്ര ടെൻസ്ഡ് ആണെങ്കിലും നമ്മളുടെ കയ്യിലേക്ക് വരുന്നൊരു പേഷ്യൻ്റ് അതൊരു ജീവനാണ്. അപ്പം അവരെ എത്രത്തോളം നമുക്ക് കെയർ ചെയ്യാം, അതാണ് നമ്മളെ പഠിപ്പിക്കുന്ന കാലത്ത് മാഡംസ് ആണെങ്കിലും കോളേജിൽ നിന്നാണെങ്കിലും നമ്മുടെ സീനിയേഴ്സ് ആണെങ്കിലും സ്റ്റാഫ് എല്ലാവരും നമുക്ക് കിട്ടുന്നതും കാണുന്നതും അതാണ്. അപ്പം ഇപ്പം ഞാനിപ്പം ട്രെയിനിങ്ങിന് കയറിയിരിക്കണം, അവിടെയുള്ളവരാണെങ്കിലും പറയും, രാത്രി ഉറങ്ങിയിട്ടില്ല, കൊച്ചി ഫുൾ ഉറക്കമായിരുന്നു, കരച്ചിലായിരുന്നു പനിയായിട്ട്. പിന്നെ വീട്ടിലെ ഓരോ പണി കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് എന്നിട്ടാണ് ഇവിടെ പഞ്ച് ചെയ്യാനായിട്ട് 7 മണിക്ക് എത്തിച്ചേരുന്നത്.
എന്നിട്ട് പോലും വന്നു ബാഗ് വെച്ചു ഒരു പേഷ്യൻ്റ് ഒന്ന് ഓടി ചെല്ലുകയാണ്. ഒരു ടയേർഡ് അങ്ങനെ ഒന്നുമില്ല, ഒന്നും അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല. അവർ ഓടി ചെല്ലുന്നു, എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു, പെട്ടെന്ന് അവർക്ക് അവരുടേതായ അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യുന്നു. അതിനൊക്കെ നഴ്സുമാരും ഒത്തിരി 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 ചെയ്യുന്നു. അല്ലേ? അതുപോലെ തന്നെ നമുക്കറിയാം ഈശോയുടെ ഒരു വലിയ മുഖമായിരുന്ന, ഈശോയുടെ ഏറ്റവും വലിയൊരു ഗുണവും അല്ലെങ്കിൽ ഈശോ കൊടുത്തതും എന്താണ്? കരുണയാണ്. കരുണയും സ്നേഹമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സുവിശേഷങ്ങളിൽ നിന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യം. ഈ നേഴ്സിംഗ് ഫീൽഡ് സത്യം പറഞ്ഞാൽ അതല്ലേ കൊടുക്കുന്നത്, അല്ലേ? മറ്റുള്ളവരോട് കാരുണ്യവും മറ്റുള്ളവരോട് സ്നേഹവും ഒക്കെ കൊടുക്കുന്ന നല്ലൊരു ആ ഒരു മുഖം സത്യം പറഞ്ഞാൽ എനിക്ക് ഭൂമിയിലെ മാലാഖമാർ എന്ന് വിളിക്കാനുള്ള കാരണവും അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും. എന്തുമാത്രം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു ചെന്നാലും പുഞ്ചിരിക്കുന്ന മുഖവുമായി ഓടിയെത്തുന്ന ഭൂമിയിലെ മാലാഖമാർ, അല്ലേ? OV വിജയൻ്റെ ഒരു നോവലുണ്ട്, ഗുരുസാഗരം എന്ന് പറയുന്നത്. അതിനകത്ത് എഴുത്തുകാരൻ പറയുന്നത് കണ്ടുമുട്ടുന്ന എല്ലാവരിലും ഒരു ഗുരുവിനെ കണ്ടുമുട്ടുകയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളും അത് ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കും. കണ്ടുമുട്ടുന്ന എല്ലാവരിലും ആരെയാണ്? ക്രിസ്തുവിനെ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കും. കണ്ടുമുട്ടുന്ന എല്ലാവരിലും ഈശോയെ കണ്ടുമുട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഈശോയുടെ മുഖം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഒരു ശുശ്രൂഷ ഇനിയും മനോഹരമാകാനുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. വീണ്ടും യൂത്ത് കഫേയിൽ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.